തൃശൂരിൽ വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചു. അരമ്പൂർ സ്വദേശികളായ ദമ്പതികൾക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. ഇതോടെ ജില്ലയിൽ 7 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2 പേർക്കാണ് ഇപ്പോൾ ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. അരിമ്പൂർ സ്വദേശികളായ ദമ്പതികൾക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആകമൊത്തം ഇപ്പോൾ തൃശൂർ ജില്ലയിൽ 7 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. സാരംഗ് കൂടി ചേരുന്നു. സാരംഗ്, ഇപ്പോൾ നിലവിൽ ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ ആരോഗ്യ അവസ്ഥ എങ്ങനെയുണ്ട്? ഇപ്പോൾ 7 പേർക്ക് ആകമൊത്തം ഷിഗല്ല തൃശൂർ ജില്ലയിൽ സ്ഥിരീകരിച്ചു അല്ലേ? സിന്ധൂരി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ തൃശൂരിൽ വീണ്ടും ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അരിമ്പൂർ സ്വദേശികളായിട്ടുള്ള ദമ്പതികൾക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. ഇവർ 2 പേരും ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് ഐസൊലേഷൻ വാർഡിലാണ് ഇവരുള്ളത്. ചികിത്സയിലുള്ള ദമ്പതികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതോടെ ജില്ലയിലാകെ 7 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് ഷിഗല്ല ബാധിച്ച് കൊടകര സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തി 43 വയസ്സുകാരൻ മരണപ്പെട്ടിരുന്നു. എന്തായാലും ഈ ആരോഗ്യ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തമായിട്ട് തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഈ 2 പേരുടെയും ദമ്പതികളായിട്ടുള്ള 2 പേരുടെയും സമ്പർക്ക പട്ടിക ഉൾപ്പെടെ തയ്യാറായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഈ ഓരോ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച്, അതായത് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചത് അരിമ്പൂർ സ്വദേശികൾക്കാണ്. അപ്പോൾ അവരുടെ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പരിപാടികളടക്കം സജ്ജമായി തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും ആകെ ഇപ്പോൾ തൃശൂർ ജില്ലയിൽ 7 പേർക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ശരി, വ്യക്തമാണ്. സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. അരിമ്പൂർ സ്വദേശികൾക്കാണ് തൃശൂരിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആകെ തൃശൂരിൽ 7 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നു.